ഫിൽറ്റർ ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഈ കുറച്ചും കൂടി നിറം കുറഞ്ഞോന്നൊരു സംശയം. കുറച്ച് പൗഡറൊക്കെ ഇട്ടിക്കണ്, ഉണ്ടായൊന്നുമില്ല, ഇട്ടാൽ കാണുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ചിലരുണ്ട് ഇട്ടാലും എന്തിട്ടാലും പുറത്തേക്ക് കാണൂല, അതും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണേ. കാരണം ഗതിയില്ല. എന്നാൽ പിന്നെ അങ്ങനെയാണ് പറഞ്ഞാൽ പോരെ. അതിന് പിന്നെ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ, സിമ്പതി പറ്റാൻ വേണ്ടിയിട്ട്. അത് പോട്ടെ, ഇത് നാടന് കറിവേപ്പിൻ്റെ എല്ലാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറൊന്നല്ല, ഇസ്ലാമിനെ പറ്റിയിട്ട് അങ്ങോട്ട് പുകഴ്ത്തി എനിക്ക് അങ്ങനെ അറിയും, എനിക്ക് ഇങ്ങനെ അറിയും, ഞാൻ അങ്ങനെ പഠിച്ചത്, ഞാൻ എൻ്റെ മക്കളെ വരെ ഞാനാ പഠിപ്പിക്കുന്നത്. പിന്നെ ഓൺലൈനായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. എന്താണെന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള എത്ര അറിവ് എനിക്കുണ്ട് എന്നൊക്കെ അഹങ്കരിക്കാനായോ? അങ്ങനെ ഒരാൾ അഹങ്കരിക്കോ? യഥാർത്ഥ ഒരു മുസ്ലിം എനിക്ക് എത്ര അറിവുണ്ട്, ഇത്രമാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാ അറിവും തികഞ്ഞിക്കണ്, നിറഞ്ഞ് ഞാൻ കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയാൻ മാത്രം ഏതെങ്കിലും കുറച്ചെങ്കിലും അന്തം ഉള്ള ഒരു മുസ്ലിമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പറയോ മക്കളെ? ഇല്ല. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, നിറകടം എന്താണ് അരക്കുട തുളമ്പുള്ളൂ എന്ന്. നിറകടം തുളമ്പൂല. അപ്പോൾ ഇത് പറയുന്നത് ആരോട് എങ്ങനെയാണ്? 60 ദിവസം, 90 ദിവസമാണില്ലെങ്കിൽ 60 ദിവസമെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് പഠനമുണ്ട്. അത് പൊന്നാനിയായാലും കോഴിക്കോടായാലും മൗനത്തുൽ ഇസ്ലാമിലൊക്കെ അങ്ങനെയാണ് അതിൻ്റെ നിയമം. 60 ദിവസമെങ്കിലും കണ്ടിന്യൂ അവിടെ താമസിച്ച് പഠിച്ചെങ്കിൽ നമ്മളൊരു മുസ്ലിമായിട്ട് അല്ല മുഅ്മിനായിട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. കുറച്ച് ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട് പഠിക്കാനേ. എളുപ്പമാണ് ഓടി പാഞ്ഞ് കറിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എനിക്കിട്ട് പഠിപ്പിച്ചേ, ഞാനവിടെ പോട്ടെ, ഞാൻ മുസ്ലിമാണ് പറ്റേ എന്ന് പറഞ്ഞിട്ട് പോകാനൊന്നും പറ്റില്ല. അത് അതിൻ്റെതായ അതപം ചിട്ടം തന്നെ പഠിക്കാനുണ്ട് കുറച്ച്. പിന്നെ ഇപ്പം കാലാവധി ചുരുക്കിയിട്ടാണ് ഇപ്പോൾ ഒരു 60 ദിവസമൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നിട്ട് വേണം നമ്മളത് അങ്ങനെയൊക്കെ പറയാൻ. അതിൻ്റെ റബ്ബേ, ഖുറാൻ അങ്ങനെയാണ്. ഖുറാനോട് ഓതുക എന്ന് പറഞ്ഞാൽ എന്താപ്പം അത് പറയണത്? ഖുറാനെ പറ്റിയിട്ട് എന്ത് വർത്താനാണ് പറഞ്ഞത്? ഖുർആൻ എന്ന് പോലും ശുദ്ധയോടെ പറയാൻ പറ്റുന്നില്ല. അത്രയും ഇതാണ്. കാരണം അറബി പഠിച്ച ഒരു വ്യക്തിക്ക് ഖുർആൻ എന്ന് പറയാൻ പറ്റും. അറബി പഠിച്ച വ്യക്തിക്ക് ഖുർആൻ എന്ന് പറയാൻ പറ്റും. അത് എഴുതിയതിൽ നമുക്ക് കാണാൻ പറ്റും, വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. എന്താ, അക്ഷരസ്ഫുടത വേണ്ടേ? അപ്പോൾ അതുപോലും ഇല്ല. ഞാൻ വിളിച്ച് പോയി പറഞ്ഞു കണ്ടിരിക്കുക. ഉള്ള വിചാരം എന്താ, അതെല്ലാം കേൾക്കാൻ കുറച്ച് പണിച്ചുമാരും. ഈടാ എന്താ അപ്പം ഉലുവപ്പൊടി വേണം നിങ്ങൾക്ക്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നണം കേട്ടാ. സൂപ്പർ സാധനം. വേണമെങ്കിൽ ഇതിന് പറഞ്ഞു തന്നേന് ഇതിൻ്റെ ഉണ്ടാക്കണ മെത്തേഡ് അങ്ങനെ.